ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നഴ്സ് നെക്സ്റ്റ് ഡോർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ROP ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം. സോ RDS എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിൽ കാണുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്, വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ താക്കിപ്നിയ, റിട്രാക്ഷൻ, നേസൽ ഫ്ലെയറിംഗ്, ഗ്രണ്ടിങ് ആൻഡ് സൈനോസിസ്. ഇനി ഇതിന്റെ എത്തിയോളജി നോക്കാം. എത്തിയോളജി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും, ലൈക്ക് പൾമണറി, എക്സ്ട്രാ പൾമണറി കോസ്, ഇതൊരു രീതിയിൽ. ഇതല്ലാണ്ട് നമുക്ക് ടേം, പ്രീ ടേം ആൻഡ് സർജിക്കൽ കോസ് ആയിട്ടും പറയാം. അപ്പോൾ ആദ്യം പൾമണറി ആൻഡ് എക്സ്ട്രാ പൾമണറി കോസ് നോക്കാം. പൾമണറിയിൽ വരുന്നത് സർഫക്റ്റൻ ഡെഫിഷ്യൻസി, ടി ടി എൻ എന്ന് പറയുന്നത് ട്രാൻസിയൻ താക്കിപ്നിയ ഇൻ ന്യൂബോൺസ് ആണ്. ടേം ബേബീസിൽ ഏറ്റവും കൂടുതൽ RDS ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് TTN. ദെൻ MAS, മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രം ആണ്. ന്യൂമോതൊറാക്സ്, ദെൻ ന്യൂമോണിയ, സെപ്സിസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പൾമണറി കോസിന്റെ അണ്ടറിൽ വരുന്നത്. അടുത്തതായിട്ട് പൾമണറി കോസിന് ശേഷം എക്സ്ട്രാ പൾമണറി കോസ് നോക്കാം. ഇതിൻ്റെ അകത്ത് കൺജനറ്റൽ ഹാർട്ട് ഡിസീസസ്, ഹൈപ്പോഗ്ലൈസീമിയ, മെറ്റബോളിക് അസിഡോസിസ്, ഹൈപ്പോതെർമിയ, അനീമിയ, പോളിസൈത്തീമിയ, അതേപോലെ ഡയഫ്രമാറ്റിക് ഹെർണിയ പോലുള്ള കൺജനറ്റൽ അനോമാലിസ് ഉണ്ടെങ്കിലും ഇത് ബേബിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൾമണറി ആൻഡ് എക്സ്ട്രാ പൾമണറി കോസ് ആണ്. അടുത്തതായിട്ട് ടേം, പ്രീ ടേം ആൻഡ് സർജിക്കൽ കോസ് നോക്കാം. സോ ടേം ബേബീസിൽ ഏറ്റവും അധികം RDS ഉണ്ടാക്കുന്നത് TTN ആണ്. ദെൻ MAS, ന്യൂമോണിയ, CHT, എയർ ലീക്ക് സിൻഡ്രം, PPHN, ഇതൊക്കെയാണ് ടേം കോസിന്റെ അണ്ടറിൽ വരാം. ഇനി പ്രീ ടേം കോസ്. സോ പ്രീ ടേം കോസിൽ ആപ്നി ഓഫ് പ്രിമച്യൂരിറ്റി, ന്യൂമോണിയ ഓർ സെപ്സിസ്, ദെൻ അസ്ഫിക്സിയ, PDA, പൾമണറി ഹെമറേജ് ആൻഡ് മെറ്റബോളിക് ഇഷ്യൂസ്. ഇനി സർജിക്കൽ കോസിന്റെ അകത്ത് ഡയഫ്രമാറ്റിക് ഹെർണിയ ഉണ്ടെങ്കിൽ, ദെൻ ഈസോഫേജിയൽ അട്രീഷ്യ വിത്ത് TEF, ദെൻ കൊവൈനൽ അട്രീഷ്യ, കൺജനൈറ്റൽ ലങ് മാൽഫോർമേഷൻസ് ഉണ്ടെങ്കിലും ഇത് ബേബിക്ക് RDSലേക്ക് കൊണ്ടുപോകും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പത്തോഫിസിയോളജി ഓഫ് RDS ആണ്. സോ എത്തിയോളജിക് റീസൺസ് കാരണം, അതായത് സർഫക്റ്റൻ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ, ഒബ്സ്ട്രക്ഷൻ, ഓൾസോ ഇൻഫെക്ഷൻസ്. ഈ എത്തിയോളജിക് റീസൺസ് എല്ലാം കാരണം ഇംപയർഡ് ആൽവിയോളർ വെന്റിലേഷൻ ഉണ്ടാകുന്നു, ലീഡിങ് ടു ഹൈപ്പോക്സീമിയ. ഇത് ഓൾസോ ഹൈപ്പർ കാപ്നിയ ബേബീസിൽ കാണാറുണ്ട്. സോ ഇതെല്ലാം കാരണം ബേബിക്ക് ബ്രീത്തിങ്ങിൽ വർക്ക് ലോഡ് കൂടാണ് ചെയ്യുന്നത്. സോ ഇൻക്രീസ്ഡ് വർക്ക് ഓഫ് ബ്രീത്തിങ് ഉണ്ടാകുന്നു, ലീഡിങ് ടു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ലൈക്ക് താക്കിപ്നിയയിൽ ഗ്രേറ്റർ ദാൻ 60 മിനിറ്റ്സ് പോവാം റെസ്പിറേറ്ററി റേറ്റ്. ദെൻ നേസൽ ഫ്ലെയറിങ്സ് കാണാൻ പറ്റും. ഓൾസോ ഹെഡ് ബോബിങ്സ് കാണിക്കാറുണ്ട്, അപ്നിയ ഉണ്ടാവാം, ഗ്രണ്ടിങ്, ദെൻ റിട്രാക്ഷൻ, സൈനോസിസ്, സെൻട്രൽ സൈനോസിസ് കാണാറുണ്ട്, റെയിൽസ്. സോ ദീസ് ആർ ദ മെയിൻ ക്ലിനിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഒരു ന്യൂമോണിക്കാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ദെൻ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവും അറ്റ് ദ എൻഡ്. നമ്മൾ പ്രോപ്പറായിട്ട് ബേബിക്ക് ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകും. സോ ഇതാണ് പത്തോഫിസിയോളജി ഓഫ് RDS എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അസസ്മെന്റ് നോക്കാം. അസസ്മെന്റിൽ ഒന്നാമതായിട്ട് ഹിസ്റ്ററി കളക്ഷൻ ആണ്. സോ ഹിസ്റ്ററി കളക്ഷനിൽ എന്തൊക്കെ ആഡ് ചെയ്യണം നമ്മൾ? ഒന്നാമതായിട്ട് ബേബിയുടെ ജെസ്റ്റേഷണൽ ഏജ്, ദെൻ മോഡ് ഓഫ് ഡെലിവറി. സോ ഡെലിവറി എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം 3 രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ലൈക്ക് നോർമൽ വജൈനൽ എടുക്കാൻ പറ്റും, ദെൻ അസിസ്റ്റഡ് വജൈനൽ ഡെലിവറീസ് ഉണ്ട്, അത് മാത്രമല്ലാണ്ട് C-സെക്ഷൻ ഡെലിവറീസും ഉണ്ട്. സോ മദറിന് C-സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ TTN ചാൻസസ് കൂടുതലാണ്. ദെൻ മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ബേബി ക്യാരിങ് ആയിരുന്ന ടൈമിൽ മദറിന് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. സോ ഇത് ചോദിക്കുന്ന കാര്യം, ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടായിരുന്നെങ്കിൽ RDSന് റിസ്ക് കൂടുതലാണ്. ദെൻ ബർത്ത് അസ്ഫിക്സിയ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നീട് ഫിസിക്കൽ എക്സാമിനേഷൻ. സോ ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ബേബിയുടെ റെസ്പിറേറ്ററി റേറ്റ്, റിതം, ഡെപ്ത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ദെൻ റിട്രാക്ഷൻ, ചെസ്റ്റ് സിമെട്രി, ബ്രിത്ത് സൗണ്ട്സ്, ദെൻ ടെമ്പറേച്ചർ നോക്കുക. ഓൾസോ സൈനോസിസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇത്രയുമാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ നോക്കുന്നത്. പിന്നീട് കുറച്ച് സ്കോറിംഗ് സിസ്റ്റംസ് ഉണ്ട്. സോ ടേം ബേബീസിൽ യൂസ് ചെയ്യുന്ന സ്കോറിംഗ് ആണ് ഡൗൺ സ്കോറിംഗ് എന്ന് പറയുന്നത്. സ്കോറിംഗ് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സോ ഡൗൺ സ്കോറിംഗ് ആണ് ടേം ബേബീസിൽ യൂസ് ചെയ്യുന്നത്. സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോറിംഗ് യൂസ് ചെയ്യുന്ന പ്രീ ടേം ബേബീസിലാണ്. സോ ഇപ്പോൾ നമ്മൾ CPAPO അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് ഒക്കെ ബേബിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺ സ്കോർ ഒക്കെ നോക്കും. ലെസ് ദാൻ ഒരു 6 ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ് ബേബിക്ക് പ്രൊവൈഡ് ചെയ്യും. അടുത്തതായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഒന്നാമതായിട്ട് ABG ചെയ്യാം, ദെൻ ചെസ്റ്റ് എക്സ്റേ. സോ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബേബിക്ക് RDS ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൗണ്ട് ഗ്ലാസ് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും കാണുന്നത്. ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ദെൻ TTN എന്ന് പറയുമ്പോഴേക്ക് ബേബിക്ക് ഒരു പെരിഹിലാർ സ്ട്രീക്കിങ്സ് കാണാൻ പറ്റും ചെസ്റ്റ് എക്സ്റേയിൽ. ദെൻ MAS, അതായത് മെക്കോണിയം ആസ്പിറേഷൻ ആണെങ്കിൽ പാച്ചി ഒപ്പാസിറ്റീസ് ആയിരിക്കും ചെസ്റ്റ് എക്സ്റേയിൽ കാണാൻ പറ്റുന്നത്. സോ ഇതൊക്കെയാണ് ചെസ്റ്റ് എക്സ്റേയുടെ കാര്യങ്ങൾ. ദെൻ സെപ്സിസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുക, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, ഷേക്ക് ടെസ്റ്റ്.
സോ ഷേക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫോം സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. ഇത് ലങ് മെച്യൂരിറ്റി നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇറ്റ് ജസ്റ്റ് ഇവാലുവേറ്റ് ദ പ്രസൻസ് ഓഫ് സർഫക്റ്റന്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡും നമ്മളുടെ എത്തനോളും കൂടെ മിക്സ് ചെയ്യും. സോ ഇതിൻ്റെ അകത്ത് ഒരു പതഞ്ഞിട്ടൊരു ഫോം റിങ് ഡെവലപ്പ് ആവുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്. ലൈക്ക് ഫോം ഡെവലപ്പ് ആവുകയാണെങ്കിൽ ബേബിയുടെ ലങ്സിൽ ഇനഫ് ആയിട്ട് സർഫക്റ്റന്റ് ഉണ്ടെന്നുള്ളതാണ്. സോ പോസിറ്റീവ് നെഗറ്റീവ് ഷേക്ക് ടെസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് ആണ് ഷേക്ക് ടെസ്റ്റ് എങ്കിൽ ബേബിയുടെ ലങ് മെച്ചുർ ആണ്. ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ബേബിക്ക് RDSന് റിസ്ക് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ. സോ ദീസ് ആർ ദി ഇൻവെസ്റ്റിഗേഷൻസ്. അടുത്തതായിട്ട് മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് അകത്ത് ഇമ്മീഡിയറ്റ് ആൻഡ് സ്പെസിഫിക് മാനേജ്മെന്റ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബേബിനെ വാമാക്കി വെക്കുക. പിന്നീട് എയർവേ പേഷ്യൻസി നോക്കുക. ഓക്സിജൻ ആവശ്യമാണെങ്കിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ CPAP, അത് മോഡറേറ്റ് ആയിട്ട് ഡിസ്ട്രസ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് സ്പെസിഫിക് മാനേജ്മെന്റ്, ബേബിക്ക് സർഫക്റ്റന്റ് കുറവാണെങ്കിൽ സർഫക്റ്റന്റ് തെറാപ്പിയിലേക്ക് പോവുക. ദെൻ CPAP, മെക്കാനിക്കൽ വെന്റിലേഷൻ, ആന്റിബയോട്ടിക്സ്. ബിക്കോസ് ന്യൂമോണിയ ഒക്കെ ഉണ്ടെങ്കിൽ ബേബിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കും. ദെൻ സപ്പോർട്ടീവ് കെയർ ലൈക്ക് IV ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഗ്ലൂക്കോസ് മാനേജ് ചെയ്യുക, അതൊക്കെ ഓൾസോ തെർമോ റെഗുലേഷൻ, ഇതൊക്കെയാണ് സപ്പോർട്ടീവ് കെയറിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നഴ്സിംഗ് മാനേജ്മെന്റ് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നഴ്സിംഗ് മാനേജ്മെന്റ് ചോദിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മാനേജ്മെന്റ് എഴുതണം. അത് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നഴ്സിംഗ് മാനേജ്മെന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബേബിയുടെ റെസ്പിറേറ്ററി റേറ്റ്, റിട്രാക്ഷൻ, സൈനോസിസ് പോലുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ ബേബിക്ക് ഡെലിവർ ആവുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. ദെൻ മെയിൻറ്റെയിൻ ഹ്യൂമിഡിറ്റി ആൻഡ് ഓക്സിജൻ ഓക്സിജൻ. ദെൻ അസിസ്റ്റ് വിത്ത് CPAP അല്ലെങ്കിൽ ET കെയർ ഒക്കെ ചെയ്യുക. ദെൻ പൊസിഷൻ എന്ന് പറയുന്നത് ബേബിയുടെ ഹെഡ് സ്ലൈറ്റ്ലി എലവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻടേക്ക് ഔട്ട്പുട്ട് നോക്കിയിട്ടുണ്ടാവണം. ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക. സപ്പോർട്ട് ഫീഡിങ്. ദെൻ പാരന്റിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. ബിക്കോസ് ന്യൂണേറ്റ്സ് ആകുമ്പോഴത്തേക്ക് പാരന്റ്സിന് കുറച്ച് ആൻസൈറ്റി കൂടുതലായിരിക്കും, എന്താകും എന്നുള്ള ടെൻഷൻ ഉണ്ടാകും. സോ പ്രോപ്പറായിട്ട് പാരന്റിനെ ഇൻഫോം ചെയ്യുക, അവർക്ക് അപ്ഡേറ്റ്സ് കൊടുക്കുക. ഇത്രയൊക്കെയാണ് നഴ്സിംഗ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ദെൻ RDSന്റെ കോംപ്ലിക്കേഷൻസ്. RDSന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. ദെൻ ന്യൂമോതൊറാക്സ് ഉണ്ടാവാം, PPHN, ദെൻ ഹൈപ്പോക്സിക് ബ്രെയിൻ ഇഞ്ചുറി, സെപ്സിസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം അല്ലെങ്കിൽ RDS എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്